ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഏതെങ്കിലും ഒരു വർണ്ണം ഇരട്ടിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ഒരു തരത്തിൽ ഇത് ആഗമസന്ധി തന്നെയാണ്. ഇവിടെ ആഗമിക്കുന്നത് സന്ധി ചെയ്യുന്ന വർണ്ണങ്ങളിൽ ഒന്നു തന്നെയാണെന്നു മാത്രം. ദ്വിത്വസന്ധി വ്യഞ്ജന സന്ധി തന്നെയാണെന്ന് പറയാം. കാരണം സ്വരങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇരട്ടിക്കുകയില്ല, ദീർഘിക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇരട്ടിക്കുന്നത് വ്യഞ്ജനങ്ങൾ മാത്രമാണ്. വ്യഞ്ജനത്തിൽ തന്നെ ദ്വിത്വം കൂടുതലായി സംഭവിക്കുന്നത് തീക്ഷ്ണധ്വനിയുള്ള വ്യഞ്ജനങ്ങളിലാണ്. കോമളധ്വനി വ്യഞ്ജനങ്ങളിൽ കുറയും. തീക്ഷ്ണധ്വനിയുള്ള വർണ്ണങ്ങളെ സന്ധിപ്രകരണത്തിൽ ദൃഢവർണ്ണമെന്നാണ് പറയുക. കോമളധ്വനികളെ ശിഥിലങ്ങളെന്നും. ഉറപ്പിച്ച് ഉച്ചരിക്കുന്ന കടുപ്പമുള്ള വ്യഞ്ജനങ്ങളാണ് ദൃഢാക്ഷരങ്ങൾ. വ്യഞ്ജനങ്ങളിൽ ഖരം, അതിഖരം, മൃദു, ഘോഷം, ഊഷ്മാവ് എന്നിവ ദൃഢാക്ഷരങ്ങളാണ്. മലയാളത്തിൽ 24 ദൃഢാക്ഷരങ്ങളുണ്ടെന്നാണ് കേരളപാണി പറയുന്നത്. കടുപ്പം കുറഞ്ഞ വ്യഞ്ജനങ്ങളാണ് ശിഥിലങ്ങൾ. പഞ്ചമങ്ങൾ, മധ്യമങ്ങൾ, ഘോഷി എന്നിവ ശിഥിലാക്ഷരങ്ങളാണ്. 13 ശിഥിലാക്ഷരങ്ങളുണ്ട്. പഞ്ചമങ്ങൾ 6, മധ്യമങ്ങൾ 6, ഘോഷി 1. നിയമങ്ങൾ നോക്കാം. വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിക്കുമ്പോൾ ഉത്തരപദാദിയിലുള്ള ദൃഢാക്ഷരം ഇരട്ടിക്കും. പുഞ്ച അധികം പാടം, പുഞ്ചപ്പാടം. താമര അധികം കുളം, താമരക്കുളം. പൂർവപദത്തിൻ്റെ അന്ത്യമായ ഡായും റായും ഇരട്ടിക്കുന്നു. നാട് അധികം അകം, നാട്ടകം. ആറ് അധികം വഞ്ചി, ആറ്റുവഞ്ചി. അലുപ്ത സമാസത്തിലും കേവലധാതു പൂർവപദമായി വരുന്ന സമാസത്തിലും ഉത്തരപദാദിയിലെ ദൃഢാക്ഷരം ഇരട്ടിക്കുകയില്ല. മുൻവിനയച്ചം, തൻവിനയച്ചം, പാക്ഷിക വിനയച്ചം, ആധാരികാഭാസം, ആൽ, ഇൽ, കൽ എന്നീ വിഭക്തികൾ എന്നിവയുടെ പിൻപ് വരുന്ന ദൃഢങ്ങൾ മാസമില്ലെങ്കിലും ഇരട്ടിക്കും. പദമധ്യത്തിൽ കാണുന്ന കൂട്ടക്ഷരത്തിൽ ആദ്യത്തേതും ഇരട്ടിക്കും. ചുട്ടെഴുത്തിന് പരമായി വരുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ ഇരട്ടിക്കും. ഏകമാത്രാ ശബ്ദത്തിൻ്റെ അവസാനം വരുന്ന അനുനാസികങ്ങളും യ, ള, ല എന്നിവയും ഇരട്ടിക്കും.